ഹായ്, മൈസെൽഫ് മുഹമ്മദ് ബാസിൽ ടി. കാലിക്കറ്റ് ജില്ലയിലെ മാവൂർ ഭാഗത്താണ് എൻ്റെ വീട്. നീറ്റ് സ്കോർ 706 ആയിരുന്നു. എയർ ഓൾ ഇന്ത്യ റാങ്ക് 440 എൻ്റെ വീട്ടിൽ ഉപ്പ, ഉമ്മ, അനിയൻ, പിന്നെ ഒരു താത്ത. എൻ്റെ സ്കൂൾ പഠനം LP UP ഒക്കെ SKUP ALP സ്കൂൾ കുടിത്തൂരായിരുന്നു. പിന്നീട് PTM ഹയർ സെക്കൻഡറി സ്കൂളിൽ ഹൈസ്കൂളും ഹയർ സെക്കൻഡറി ഒപ്പരം +1 +2 വരെ ചെയ്യുമായിരുന്നു. പിന്നീടാണ് എൻട്രൻസ് ഫീൽഡിലേക്ക് വരുന്നത്. ഇതിൻ്റെ തേർഡ് അറ്റംപ്റ്റിലാണ് ഇപ്പോൾ 706 എന്ന സ്കോറിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചത്. ആദ്യം തന്നെ പടച്ചനോട് സ്തുതി പറയാണ്. ബ്രില്യൻറ്റിലേക്ക് എത്തുന്ന റിപ്പീറ്റ് ചെയ്യുമ്പോഴാണ്. അതിന് മുമ്പൊക്കെ ഞാൻ വേറെ സ്ഥാപനത്തിലായിരുന്നു. ഞാൻ +2 കഴിഞ്ഞ് നീറ്റ് എഴുതിയപ്പോൾ ആകെ 130 മാർക്കാണ് ഉണ്ടായിരുന്നത്. പിന്നീട് ഞാൻ റിപ്പീറ്റ് ചെയ്തപ്പം 580 ആയി. 580 കിട്ടിയപ്പോൾ ഒന്നും കൂടി ചെയ്യണമെന്നൊക്കെ ഒരു ആലോചന ഉണ്ടായിരുന്നു. ഡ്രോപ്പ് ഔട്ട് ചെയ്യണോ എന്തായിരുന്നു എന്നുള്ളത്. പിന്നീട് ഞാനിങ്ങനെ നല്ല സ്കോറുണ്ട്, സ്കോളർഷിപ്പൊക്കെ ഉണ്ടെന്ന് കണ്ടപ്പോൾ ഞാനങ്ങനെ കുറേ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇങ്ങനെ തേടി നടക്കുമായിരുന്നു റിപ്പീറ്റ് ചെയ്യാൻ. അപ്പോഴാണ് ഇവിടെ അടുത്ത് തന്നെ കാലിക്കറ്റ് ബ്രില്യൻറ്റിൻ്റെ പുതിയ ബ്രാഞ്ച് ഉണ്ട് എന്ന് അറിഞ്ഞത്. ഞാൻ പെട്ടെന്ന് തന്നെ അവിടെ ഡേ സ്കോളറായിട്ടാണ് ജോയിൻ ചെയ്തത്. ഹോസ്റ്റലായിട്ട് എനിക്ക് അത്ര താല്പര്യമില്ല, അതുകൊണ്ടായിരുന്നു ഡേ സ്കോളറായിട്ട്. വീട്ടിൽ നിന്ന് അരമണിക്കൂറായിരുന്നു ബ്രില്യൻറ്റിലേക്ക് ഉണ്ടായിരുന്നത്. പിന്നെ ബ്രില്യൻറ്റിനെ പറ്റി പറയുകയാണെങ്കിൽ ഞാൻ വിചാരിച്ചതിനേക്കാൾ അപ്പുറമായിരുന്നു. പല കാര്യങ്ങളും നമുക്കിങ്ങനെ ആശങ്ക ഉണ്ടായിരുന്നു. പോകുമ്പം അവിടെ പോയാൽ എന്തായിരിക്കും, നമ്മളതിൽ പരിഗണിക്കുമോ, ഇത്ര സ്കോറിലേക്ക് എത്താൻ കഴിയുമോ, അല്ലെങ്കിൽ എങ്ങനെയായിരുന്നുള്ള പല ആശങ്കകളും ഉണ്ടായിരുന്നു. പക്ഷേ അവിടെ എത്തിയപ്പോഴാണ് അറിഞ്ഞത് നമുക്കുള്ള എല്ലാ കാര്യങ്ങളും ഒരു എൻട്രൻസ് പരമായ എല്ലാ കാര്യങ്ങളും നമുക്ക് ചെയ്തു തരുന്നു. പിന്നെ മെൻറ്റേഴ്സ് ആയാലും ക്ലാസ് ടീച്ചർ, പിന്നെ ഡയറക്ടേഴ്സ് എല്ലാം നല്ല സപ്പോർട്ടീവായിരുന്നു. എൻ്റെ ക്ലാസ് ടീച്ചർ ആശാ മിസ് ആയിരുന്നു. ടീച്ചർ എപ്പം വിളിച്ചാലും എന്ത് കാര്യം ചെയ്തു തരുമായിരുന്നു. ജോർജ് സാറൊക്കെ എന്തെങ്കിലും എക്സാമിനൊക്കെ മാർക്ക് കുറഞ്ഞാലൊക്കെ മാക്സിമം ഡീമോട്ടിവേറ്റ് ആവാതിരിക്കാൻ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറഞ്ഞ് ചെയ്തുമായിരുന്നു. ഒരിക്കലും മാർക്ക് കുറേ ഡെസ്പാവരുത്, നമ്മൾ മെയിൻ എക്സാമിനാണ് ഇമ്പോർട്ടൻ്റ്, ഒരിക്കലും ബ്രില്യൻറ്റിലെ എക്സാം അല്ല എന്നൊക്കെ എപ്പോഴും ഇങ്ങനെ പറയുമായിരുന്നു. അതുതന്നെ എൻ്റെ കാര്യത്തിൽ സംഭവിച്ചത്. എനിക്ക് ബ്രില്യൻറ്റിലെ മോഡൽ ടെസ്റ്റിനൊക്കെ പലപ്പോഴും 700 മേലൊക്കെ ആകെ 2-3 എക്സാമിന് മാത്രമാണ് ഞാൻ നേടിയിട്ടുള്ളത്. പക്ഷേ നീറ്റ് എക്സാമിന് എനിക്ക് 706 എന്ന നല്ല സ്കോറിലേക്ക് എത്തിപ്പെടാൻ സാധിച്ചു. എൻ്റെ പ്രിപ്പറേഷൻ രീതി എന്ന് പറയുമ്പോൾ ഞാൻ ഡേ സ്കോളറായിരുന്നു. അതുകൊണ്ട് എനിക്ക് അരമണിക്കൂർ യാത്ര ഉണ്ടായിരുന്നു. ബസ്സിലായിരുന്നു ഞാൻ മിക്കപ്പോഴും പോയിരുന്നത്. ഞാൻ മാക്സിമം ടൈമൊക്കെ ഡേ സ്കോളർ ആകുമ്പോൾ മെയിൻ പ്രശ്നം എന്ന് വെച്ചാൽ ഡെയിലി യാത്രാ സമയമായിരുന്നു. ഞാൻ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് സ്മാർട്ട് ഫോൺ കൊണ്ടുപോകുമ്പോൾ PDF ഒക്കെ ആയിട്ട് ഉപയോഗിക്കാറുണ്ടായിരുന്നു. അതുപോലെ തന്നെ ചെറിയ ബുക്കിൽ ഷോർട്ട് നോട്ടൊക്കെ ഉപയോഗിച്ച് ബസ്സിൽ നിന്ന് ഞാൻ മാക്സിമം ടൈം യൂട്ടിലൈസ് ചെയ്യാറുണ്ടായിരുന്നു. പിന്നെ മാക്സിമം 6 മണിക്കൂർ, മിനിമം 6 മണിക്കൂറെങ്കിലും ഞാൻ ഉറങ്ങും. ഉറക്കം ഒഴിവാക്കിയിട്ടുള്ള ഒരു പരിപാടിക്കും ഞാൻ ഇതുവരെ നിന്നില്ല. മാക്സിമം നമ്മൾ ഉറങ്ങി ബാക്കിയുള്ള സമയം മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് പഠിച്ചാൽ മതി. പിന്നെ നമ്മളെ പ്രാർത്ഥിക്കുക, പിന്നെ ബാക്കിയുള്ള അനുഗ്രഹം ഒക്കെ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണെന്നാണ്. നമ്മൾ ഹാർഡ് വർക്കും ഒക്കെ ഇതിൽ ഇമ്പോർട്ടൻറ്റ് ഫാക്ടറാണ്. ഇനി നീറ്റ് ആസ്പിറൻസിനോടാണ്. നമ്മൾ ഒരിക്കലും ബാക്കിയുള്ളവരെ ഒരു സമ്മർദ്ദത്തിൽ നിന്ന് MBBS എടുക്കാനോ അല്ലെങ്കിൽ നീറ്റ് എക്സാം ചെയ്താണ് തയ്യാറാവരുത്. നമ്മളൊരു താല്പര്യത്തിന് വരിക. ഒരിക്കലും പാരൻസിൻ്റെ അല്ലെങ്കിൽ ബാക്കിയുള്ള പ്രഷറിനോ നമ്മൾ വരാൻ നിൽക്കരുത്. അതിൽ നിന്ന് നമുക്കൊരു സ്വയം താല്പര്യം വേണം, എന്നിട്ട് ഈ ഫീൽഡിലേക്ക് വരിക. പിന്നെ പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പോൾ ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലൊക്കെ ഞാനൊക്കെ ഉപയോഗിച്ചിരുന്നത് ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയൽ മാത്രമായിരുന്നു. പുറത്തുനിന്ന് ഗൈഡ് എടുത്തിരുന്നത് ബയോളജിക്ക് മാത്രമായിരുന്നു. ബാക്കിയുള്ളതൊക്കെ ബ്രില്യൻറ്റിൻ്റെ സ്റ്റഡി മെറ്റീരിയലും ബാക്കിയുള്ള സ്റ്റഡി പാക്കേജ് കുറേ ബ്രില്യൻറ്റ് 27 ബുക്ക് ഉണ്ടായിരുന്നു. അതൊക്കെ മാക്സിമം നമുക്ക് കഴിയുന്ന പോലെ പ്രിപ്പയർ ചെയ്യാം. പിന്നെ എക്സാമൊക്കെ മാക്സിമം അറ്റൻഡ് ചെയ്യുക. ഒറ്റ എക്സാം പോലും ഒഴിവാക്കരുത്, മാക്സിമം അറ്റൻഡ് ചെയ്യുക. എക്സാം അറ്റൻഡ് ചെയ്തിട്ടാണ് നമ്മളെ സ്കോറും കാര്യങ്ങളൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് വരല്. പലപ്പോഴും മാർക്കൊക്കെ കുറയും. അതൊന്നും ഡെസ്പാവാൻ നിൽക്കരുത്. നമുക്ക് മെയിൻ എക്സാമാണ് ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ ആ ഡേക്ക് നമ്മൾ അങ്ങനെ പഠിച്ച് ഗ്രാജുവലി ഇങ്ങനെ ഇമ്പ്രൂവ് ചെയ്ത് വരിക. ഒരിക്കലും പെട്ടെന്നൊരു സ്കോർ ഇൻക്രീസ് ഒന്നും ആവില്ല. നമ്മൾ പെട്ടെന്ന് വരണമെന്ന് വിചാരിച്ചാൽ അതൊരിക്കലും നടക്കില്ല. നമ്മളിങ്ങനെ ഗ്രാജുവലി പഠിച്ച് കുറച്ച് മാർക്ക് കുറയും, പിന്നെ കൂടും. അപ്പോൾ നമുക്ക് പല പ്രശ്നങ്ങളിലൂടെയൊക്കെ കടന്ന് വരേണ്ട ആവശ്യം വരും. അപ്പോൾ ചിലപ്പോൾ മാർക്ക് വരുമ്പോൾ ഡെസ്പാവും, ചിലപ്പോൾ അത് കിട്ടുമോ അത് കിട്ടൂലേ, എൻ്റെ 2 ഇയർ വേസ്റ്റ് ആവുമല്ലോ, എന്താണ് പാരൻസിനോട് എന്ത് പറയുന്നൊക്കെ ഇങ്ങനെ ആലോചന വരും. പക്ഷേ അതൊന്നും അത്ര കാര്യമാക്കണ്ട. നമ്മളെന്ത് ചെയ്യുക, പിന്നെയും ഇങ്ങനെ പഠിച്ചുകൊണ്ട് തന്നെ നിൽക്കുക. പിന്നെ പ്രിപ്പറേഷൻ ഞാൻ NCERT ബേസ്ഡ് മാത്രമേ നോക്കിയത്. ഞാൻ പുറത്തുനിന്നൊന്നും അധികം മെറ്റീരിയലോ അല്ലെങ്കിൽ ഒന്നും അധികം നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മളെ മെയിൻ ഇമ്പോർട്ടൻ്റ് ഒരു ഡേ എന്നാൽ നീറ്റ് എക്സാമിന് അന്നാണ്. പലപ്പോഴും പല ആൾക്കാർക്കും സംഭവിക്കുന്നത് നല്ലോണം പഠിച്ച് എക്സാമിന് അന്ന് ടെൻഷനായി ഒക്കെ മറന്നു പോകാനാണ് ഉണ്ടാവല്. പക്ഷേ എൻ്റെ കാര്യത്തിൽ എനിക്ക് എക്സാം ഡേ എല്ലാ കാര്യത്തിലും എനിക്ക് അനുകൂലമായിട്ടാണ് വന്നത്. സെൻറ്റർ ആണെങ്കിൽ ഇവിടെ അടുത്താണ് കിട്ടിയത്. അവിടുത്തെ സ്റ്റാഫും ഇൻവിജിലേറ്ററൊക്കെ ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. അപ്പോൾ അങ്ങനത്തെ വിഷയമൊന്നും ഇപ്രാവശ്യം എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പോൾ അതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പ്രാർത്ഥിക്കുക, മാക്സിമം എഫേർട്ട് എടുക്കുക, ഹാർഡ് വർക്ക് ചെയ്യുക. പിന്നെ പാരൻസിൻ്റെ ഫാമിലിയൊക്കെ സപ്പോർട്ട്, ഇതൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ നമ്മൾ പഠിക്കുന്ന സ്ഥാപനത്തിന് നമ്മൾ എന്തെങ്കിലും ടെസ്റ്റ് ചെയ്യുക.
നമ്മൾക്ക് കിട്ടും. ഓല് എന്ത് നമ്മളെ കാര്യങ്ങൾക്ക് ഓല് ചെയ്തു തരും. എക്സാമൊക്കെ എഴുതുമ്പോൾ നമ്മൾ മാക്സിമം എക്സാം ചെയ്താൽ മിക്കവാറും ലാസ്റ്റ് എക്സാമിന് ബ്രില്യൻ്റുള്ള ക്വസ്റ്റ്യൻ ആയിരിക്കും പലതും വരിക. അപ്പോൾ നമ്മളൊരു ക്വസ്റ്റ്യൻ ഇപ്പോൾ നമുക്ക് തെറ്റിയാൽ മിക്കവാറും നമുക്ക് അറിയാത്ത ക്വസ്റ്റ്യൻ ആയിരിക്കും നമുക്ക് തെറ്റിയത്, അല്ലെങ്കിൽ വേറെ എന്താ അശ്രദ്ധ മൂലമായിരിക്കും. അപ്പോൾ അതൊക്കെ നമ്മൾ കറക്റ്റ് ചെയ്യാൻ, ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. ഒരിക്കലും ഒരു ക്വസ്റ്റ്യൻ തെറ്റിയെന്ന് വിചാരിച്ചത് ഒഴിവാക്കി വിടരുത്. കാരണം ഒരുപക്ഷെ നീറ്റ് എക്സാമിന് ആ ക്വസ്റ്റ്യൻ ആയിരിക്കും വരിക. അപ്പോൾ നമ്മൾ ആ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെല്ലൈക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്ക് മാക്സിമം ഷെയർ ചെയ്യുക.